ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് നല്ലൊരു ഞായറാഴ്ച ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ എൽദോ പോൾ പുതുശ്ശേരി നല്ല സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയോട് കൂടിയാണ് മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ ക്യാൻ ചലച്ചിത്ര വേദിയിലെ മനോഹരമായിട്ടുള്ളൊരു ദിനമായി ഇന്ത്യക്ക് മാറി എന്നുള്ളതാണ് ഇന്നലത്തേത്. നമ്മുടെ സ്വന്തം മലയാളികളായിട്ടുള്ള താരങ്ങൾ തിളങ്ങി നിൽക്കുന്ന ഒരു രാത്രിയായി ക്യാൻ്റെ വേദി മാറി. അപ്പോൾ ആ വാർത്തയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒപ്പം തന്നെ ഈ ബാർക്കോഴ ആരോപണത്തിൽ പുറത്തു വന്ന ശബ്ദരേഖ, ആ ശബ്ദ സന്ദേശം, അതിൽ ഒരു മലക്കം മറച്ചിലുണ്ടായിട്ടുണ്ടല്ലോ ഇന്നലെ. അപ്പോൾ ഇനി എന്തായിരിക്കും തുടർ പരിപാടികൾ? അത് രണ്ട് ഭാഗത്തു നിന്നും അന്വേഷണത്തിനും ഒപ്പം പ്രതിപക്ഷത്തിന്റെ നിലപാടെന്തായിരിക്കും ഒക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യണം. ഇന്ന് സംസ്ഥാനത്ത് വലിയ മഴ പ്രവചിച്ചിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും ഇന്ന് രാവിലെ എല്ലായിടത്തും തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമൊക്കെയാണ്. മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഇനി അലേർട്ടുകൾ മാറി വന്നേക്കാം എന്ന് കരുതാം. എന്താണെങ്കിലും നമ്മൾ ഒരു നല്ലൊരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വീണ്ടും സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വെബ്സിലേക്ക്. നമുക്ക് തുടങ്ങാം. ആദ്യം ആ ക്യാനിലെ തിളക്കത്തിൽ നിന്ന് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ആ ചിത്രത്തിന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചു ക്യാൻസ് വേദിയിൽ. പായൽ കപാടിയ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിനാണ് ക്യാനിൽ നേട്ടം. ഈ ഒരുപക്ഷെ പാറ്റ് കമ്മിൻസ് എന്നുള്ള ക്യാപ്റ്റനെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഈ ലോകവേദിയിൽ 2 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനോടകം. അത് ടെസ്റ്റ് ക്രിക്കറ്റിലുമാവട്ടെ ഏകദിന ലോകകപ്പിലുമാവട്ടെ 2 ഫൈനൽ കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റനാണ്. അപ്പോൾ IPL ഫൈനലിൽ എത്തുമ്പോൾ പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയൻ പ്രൊഫഷണലിസം കൊൽക്കത്തയ്ക്ക് വേണ്ടി പ്രകടമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ചെപ്പോക്കിൽ മഴ പെയ്യാതിരിക്കട്ടെ, IPL ആവേശം നിറയട്ടെ ഈ സന്ധിയിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. ബാർക്കോഴ ആരോപണത്തിൽ നിന്നുള്ള ബാറുടമ അനിമോന്റെ മലക്കം മറച്ചിലിൽ കുഴങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. തെളിവെന്ന നിലയിൽ ആകെയുള്ളത് അനിമോന്റെ ശബ്ദ സന്ദേശം മാത്രമാണ്. എന്നാൽ പ്രധാന സാക്ഷി അനിമോൻ തന്നെ താൻ നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ അന്വേഷണം പ്രതിസന്ധിയിലാകും. ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയുള്ള തുകയാണ് ചോദിച്ചത് എന്നാണ് അനിമോന്റെ ഒടുവിലത്തെ വിശദീകരണം. ഫെഡറേഷൻ പ്രസിഡന്റ് തന്നെ ആക്ഷേപിച്ച മാനസികാവസ്ഥയിൽ ശബ്ദ സന്ദേശം നൽകിയതാണെന്നും അനിമോൻ വിശദീകരിക്കുന്നു. ആരെങ്കിലും പണം ചോദിച്ചതിനോ തുക നൽകിയതിനോ തെളിവില്ല. അഴിമതി നിരോധന നിയമം കേസിൽ ഉൾപ്പെടില്ല. ഇതിലെ ഗൂഢാലോചനയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ടി വരിക. എന്നാൽ ബാർ ഉടമകൾക്കിടയിലെ തർക്കം അവസാനിച്ചാൽ ആ വഴിക്കുള്ള അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ചിന് പ്രയാസം നേരിടേണ്ടി വരും. ഈ ബാറുടമ അനിമോന്റെ വിശദീകരണത്തെ തുടർന്ന് ബാർക്കോഴ വിവാദം പുതിയ തലത്തിലേക്ക് മാറുമ്പോഴും സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിലാണ് UDF. മന്ത്രിമാരുടെ രാജ്യാവശ്യം സർക്കാർ അംഗീകരിക്കില്ല എന്നിരിക്കെ അതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയാണ്. അതേസമയം പുതിയ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ വിഷയം സജീവമാക്കി നിർത്തുന്നത് എങ്ങനെ എന്നതാകും പ്രതിപക്ഷത്തിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. ഡാൻ കുര്യൻ വിശദീകരിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർഭരണത്തിനുള്ള അവസരം ഇല്ലാതാക്കിയത് ബാർക്കോഴ വിവാദമായിരുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച ബാർക്കോഴ വിവാദം കെട്ടടങ്ങിയതിന് പിന്നാലെ 1ാം പിണറായി വിജയൻ സർക്കാർ 2016-ൽ അധികാരത്തിലെത്തി. 8 വർഷങ്ങൾക്കിപ്പുറം അതേ ബാർക്കോഴ വിവാദം LDF സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രതിരോധ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമങ്ങളാണ് UDF ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാജിവെച്ചുകൊണ്ട് മന്ത്രിമാർ ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന ആവശ്യവുമായി UDF രംഗത്തെത്തിയിരിക്കുന്നതും. സഭയ്ക്കകത്ത് ജൂൺ 10-ാം തീയതി ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഔദ്യോഗികമായി ഉന്നയിക്കും. അതിന് അപ്പുറത്തേക്ക് സഭയ്ക്ക് പുറത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളാണ് UDF കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. പാർട്ടിയിലെ പടലപ്പിണക്കുകൾ മറന്ന് നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിൽ അണിചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും UDF യോഗത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ നിറം കെടുത്തരുത് എന്ന ആഗ്രഹമാണ് ഘടകകക്ഷി നേതാക്കൾക്ക് എല്ലാവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സമയം മുതൽ ബാർക്കോഴ വിവാദം സർക്കാരിനെതിരായ വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിനുള്ള നീക്കമായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇന്ന്
പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ഈ ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത്. 4 ജില്ലകളിലും അത് യെല്ലോ അലർട്ട് മാത്രമാണ്. ഈ ഓറഞ്ച്, റെഡ് അലർട്ടൊക്കെ പിൻവലിച്ചു. അതേസമയം തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കടൽ തീരങ്ങളിലേക്ക് പോകുന്നത് മത്സ്യബന്ധനത്തിനൊക്കെ വളരെ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമുണ്ട്. എന്താണെങ്കിലും മഴയ്ക്ക് കുറവുണ്ട് എന്ന് കരുതാം. എന്താണെങ്കിലും സ്കൂളൊക്കെ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും വീണ്ടും മഴ എത്തുമെന്നുള്ളതാണ് പ്രവചനം. അപ്പോൾ നിലവിൽ തൽക്കാലത്തേക്കുള്ള മഴ ഒന്ന് ശമിക്കുന്നു എന്ന് കരുതാം. പക്ഷേ സംസ്ഥാനത്തുടനീളം കാലാവസ്ഥ അതിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം സാഹചര്യം തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ അലേർട്ട് ഇനി മാറി മറിഞ്ഞ് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കൂടുതൽ നടപടിക്ക് സാധ്യത തെളിയുകയാണ്. വെള്ളത്തിൽ മാരകമായ തോതിൽ അമോണിയയും സൾഫേറ്റും ഉണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകും. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ആ കൂട്ട മത്സ്യക്കുരുതിയിലാണ് ഇതിൻ്റെയൊക്കെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോയത്. അപ്പോൾ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതൊക്കെ ഒരു റൊട്ടീൻ ചെക്കപ്പ് അല്ലെങ്കിൽ സ്ഥിരമായി അതിലൊരു പരിശോധന നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലല്ലേ ഈ റിപ്പോർട്ട് വരുന്നത്? എൽദോ, മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ് ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അത് ഏത് റിപ്പോർട്ട് വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയും വേണ്ട. കാരണം അവരുടെ ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഒരു കാലത്തും കൃത്യമായ രീതിയിലേക്ക് ഉണ്ടായിട്ടില്ല. പെരിയാറിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും നമ്മൾക്കറിയാവുന്നതാണ്. വളരെ പരിമിതമായ രീതിയിൽ മാത്രമാണ് അവരുടെ ഇടപെടൽ. ഇത്തരം നോട്ടീസുകളും കാര്യങ്ങളും എല്ലാം പേരിന് പുറപ്പെടുവിക്കും. അത് സാങ്കേതികമായി അത് നിലനിൽക്കുകയും ചെയ്യും. നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ എന്താ നടപടി എന്ന കാര്യത്തിൽ പിന്നീട് വലിയ പ്രോഗ്രസ് ഒന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയുമില്ല. അതുതന്നെയായിരുന്നു ഇപ്പോഴുണ്ടായിരുന്ന മത്സ്യക്കുരുതിക്കും കാരണമായിട്ട് പറയുന്നത്. കാരണം അന്ന് പരിസ്ഥിതി പ്രവർത്തകർ തൊട്ട് തലേ ദിവസം തന്നെ ഇങ്ങനെയൊരു സാധ്യതയുണ്ട്, ഇവിടുന്ന് വെള്ളമൊഴുക്കാനും ഈ മഴ കനക്കുമ്പോൾ എല്ലാ വർഷവും സംഭവിക്കുന്നത് പോലെ ഇത്തരം നടപടികളിലേക്ക് കമ്പനികൾ പോകാൻ സാധ്യതയുണ്ട്. അതിൽ ജാഗ്രത പാലിക്കണം, അവർക്ക് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നൽകണമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഒപ്പം ഇന്നലെ ശ്രദ്ധിക്കേണ്ട ഇന്നലെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വിഷവാതകത്തിൻ്റെയോ രാസമാലിന്യത്തിൻ്റെയോ സാന്നിധ്യമൊന്നും കണ്ടെത്താനായില്ല എന്നാണ് അവർ പറയുന്നത്. പറയുന്ന ഒരു കാര്യം, ഓക്സിജൻ ലെവല് കുറഞ്ഞു. വളരെ പെട്ടെന്ന് ഷട്ടറുകൾ തുറന്നതുകൊണ്ട് ഓക്സിജൻ ലെവല് കുറയാനുള്ളൊരു കാരണത്തിലേക്ക് വന്നു എന്നാണ്. ജലസേചന വകുപ്പ് മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നു എന്ന കുറ്റപ്പെടുത്തലും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അപകടകരമായി കണ്ട രാസവസ്തുക്കൾ പുറത്തേക്ക് ഒഴുക്കുന്ന അന്ന് അവരുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ട അലൈൻ പ്രൊഡക്റ്റ് എന്ന കമ്പനിക്ക് അടച്ചുപൂട്ടൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി കുഫോസിൻ്റെ പഠന റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ കണ്ടെത്തിയത് അവിടെ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ഗുരുതരമായ അളവിൽ തന്നെ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയെന്നതാണ്. അതേസമയം PCB പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കണ്ടെത്തിയിരുന്നുമില്ല. കുഫോസ് പരിശോധിച്ചതിൽ വളരെ കൃത്യമായി അതിലടങ്ങിയിരിക്കുന്ന രാസമാലിന്യങ്ങൾ ഏതെല്ലാം എന്ന് പറയുന്നു. അത് പെരിയാറിലും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ശേഖരിച്ച മത്സ്യങ്ങളിലുമെല്ലാം ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായ അളവിൽ രാസമാലിന്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. കുഫോസിൻ്റെ റിപ്പോർട്ട് തീർച്ചയായും വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടും. അവർക്ക് ആ ശേഖരിച്ച സാമ്പിളുകളിലെ രാസമാലിന്യം മാത്രമേ അവർക്ക് കാണാൻ കഴിയുകയുള്ളൂ. അത് എവിടെ നിന്ന് വന്നുവെന്നോ എപ്പോഴൊഴുക്കിയെന്നോ എന്നതിനെക്കുറിച്ച് അവർ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് കണ്ടുപിടിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ട ഏജൻസിയെ മലിനീകരണ നിയന്ത്രണ ബോർഡും മറ്റ് ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനങ്ങളുമൊക്കെയാണ്. അത്തരം കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുഫോസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, അവരുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. അതിൽ മറ്റു നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരും, പ്രത്യേകിച്ച് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം, വിവിധ വകുപ്പുകൾ ഏകോപിച്ചിട്ടുള്ളൊരു കമ്മിറ്റി തന്നെയാണ് ഇത് പഠനം നടത്തുന്നത്. അപ്പോൾ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി, ഇത് അത്ര നിസ്സാരമായി ഒരുപക്ഷെ പെരിയാറിന്റെ തീരത്തുള്ളവർക്കെങ്കിലും കരുതാൻ കഴിയില്ല. അത്രമാത്രം ഗുരുതരമായിട്ടുള്ള അനാസ്ഥ അവിടെയുണ്ട്. പെരിയാർ എന്നുള്ളത് അത്രയും വ്യാപിച്ച് ഉള്ള ഒരു നദി. ആ നദീതീരത്തുള്ള ഒരുപാട് പേർ ഇത്രയും മലിനമാണ് പെരിയാർ എന്നുള്ളത് നമ്മൾ ദിനം പ്രതി നമുക്ക് നേരിട്ടുള്ള കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും രാസമാലിന്യം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞെട്ടിക്കുന്നതാണ്. ഈ കുഫോസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ ഏത് തരത്തിലായിരിക്കും തുടർ നടപടികൾക്കായി അതിന് മാനദണ്ഡമാക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ സർക്കാർ ഈ കുഫോസിന്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും സാഹചര്യമുണ്ടോ?
എൽദോ, നിലവിലെ സാഹചര്യത്തിൽ കുഫോസിനെ കൂടി ഇതിൽ അന്വേഷണത്തിൽ, അതായത് ഇതിൻ്റെ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് സംബന്ധിച്ച് അവരോട് കൂടി റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുന്നൊരു കാരണമുണ്ട്. അപ്പോൾ അത് വിലക്കെടുത്തേ പറ്റുകയുള്ളൂ. കാരണം അത് സർക്കാരിനെ പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അവിടെ ഇത്രയും അളവിൽ, കൂടിയ അളവിൽ രാസമാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം നാളിതുവരെ കാണാത്ത ഒരു കൂട്ടക്കുരുതി, മത്സ്യങ്ങളൊരു ചാവുകര എന്ന രീതിയിലേക്ക് അതെല്ലാം പെരിയാറ് മാറുന്നൊരവസ്ഥയിലേക്ക് പോയിരുന്നു. അപ്പോൾ അത് കണക്കിലെടുത്തേ പറ്റൂ. മാത്രവുമല്ല, പെരിയാറ് പല നിറങ്ങളിൽ നമ്മൾ ഒഴുകുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വെളുത്ത നിറത്തിൽ പോലും, ഏതാണ്ട് പാൽ നിറത്തിൽ പോലും ഈ പെരിയാർ ഒഴുകുന്നത് കണ്ട്. അങ്ങനെയൊന്നും ഒരു നദിയും ഇതുവരെ ഒഴുകിയിട്ടില്ല. കാരണം ഇത് ഏത് നിറം എന്ന് വരെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം എല്ലാ നിറത്തിനും അപ്പുറം രാസമാലിന്യങ്ങൾ വന്നഴിഞ്ഞ് പുതിയ നിറത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലെല്ലാം തന്നെ അവിടെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്ര കണ്ട മലീമസമാണ്, അത്ര കണ്ട വിഷയങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ കർശനമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സർക്കാർ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിന് തന്നെയാണ്. പ്രത്യേകിച്ച് വ്യവസായ മന്ത്രിയുടെ ജില്ല കൂടിയാണ്, മണ്ഡലം കൂടിയാണ്. ഏത് രീതിയിൽ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പെരിയാറിന്റെ തീരത്ത് മത്സ്യകർഷകർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നോട്ട് പോകും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ പെരിയാർ ഒഴുകുന്നത്. അപ്പോൾ ആദ്യ പ്രതികരണം തന്നെ അത് എല്ലാവരും ഞെട്ടിച്ചു. ഓരുവെള്ളം കയറിയതാണ് ഇത്തരത്തിൽ മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് മന്ത്രി പറഞ്ഞതിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഡാനി സൂചിപ്പിച്ച പോലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് പോലും വാട്ടർ അതോറിറ്റിയെ ഷട്ടർ തുറന്നതിനെ ആക്ഷേപിച്ചുകൊണ്ടാണല്ലോ. എന്നാലും ഡാനി തുടരുക. നമ്മൾ മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഡാനിയുടെ വിശദാംശങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കൊച്ചി അവയവക്കടത്ത് കേസിലാണ്. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സംഘത്തിന് കേരളം കേന്ദ്രീകരിച്ച് ഇരകളെ സംഘടിപ്പിച്ച് നൽകിയിരുന്ന റാക്കറ്റിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഹൈദരാബാദിലും ബംഗളൂരുവിലും പരിശോധന ഉടനുണ്ടാകും. ഇന്നലെ റിമാൻഡ് ചെയ്ത സജിത് ശ്യാമിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ഡാനി തുടരുന്നുണ്ട്. ഡാനി, ഈ അവയവക്കടത്ത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും നോവലിലും ക്രൈം ത്രില്ലറിലുമൊക്കെ കണ്ടും കേട്ടും വായിച്ചുമൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മൾ ഈ സജീവമായി സിനിമകൾ കാണുന്ന പോലെ തന്നെ കാണുന്നു. ഈ സജിത്ത് എന്നുള്ളവൻ വലിയ ഒരു കൊടും ക്രിമിനലാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത്രമാത്രം ഇടപാടുകളാണ് ഈ ഒരു സംഭവത്തിൽ അയാൾ ചെയ്തത്. അപ്പോൾ ഈ അന്വേഷണം ഏത് ഘട്ടം വരെ എത്തി? എൽദോ, ഇതിൽ പല തലങ്ങളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് കേരളത്തിൽ ഈ സംഘത്തിന് വേണ്ടി ഇരകളെ സംഘടിപ്പിച്ചു നൽകാൻ സുശക്തമായ കണ്ണികൾ ഉണ്ടായിരുന്നു എന്നതാണ്. അതിലൊരാളാണ് ഈ സജിത് ശ്യാം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ പിടിയിലായിട്ടുള്ള സബിത് നാസർ എന്ന അയാൾ ഇറാൻ കേന്ദ്രീകരിച്ചായിരുന്നു നിന്നിരുന്നത്. വർഷങ്ങളോളം ഇറാനിൽ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. കൂടുതലും കേരളത്തിൽ നിന്നുള്ളതും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഇവിടേക്ക് ഇരകളെ കൂടുതലായി എത്തിച്ചിരുന്നത് ഇയാൾ ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അയാൾക്ക് എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടാണ് ഈ സുജിത് ശ്യാം എന്ന സൈസാം ഇവിടെ ഉണ്ടായിരുന്നത്. കളമശ്ശേരിയിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടുകാർക്ക് പോലും ഇയാളുടെ പ്രവൃത്തി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് പോലും കൃത്യമായൊരു രൂപം ഇല്ലായിരുന്നു. വലിയ രീതിയിൽ തന്നെ ഇവർ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഒപ്പം ഇവർക്ക് ഇരകളെ സംഘടിപ്പിച്ച് നൽകുക എന്നതിനപ്പുറം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ട്, കാരണം ഇവരുടെ പണം ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സംഘങ്ങളായിരുന്നു എന്നതാണ്. ഇവരുമായിട്ട് വിലപേശുക, അവർക്ക് തുക പറഞ്ഞുറപ്പിക്കുക, അവർക്ക് പണം ഈടാക്കി നൽകുക എന്നതാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നു ചെല്ലുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മട്ടാഞ്ചേരി സ്വദേശിയായ ഒരാളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരുന്നു. അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം നിലവിൽ പോലീസ് അയാളുടെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് വിട്ടയക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതുപോലെ ഈ രീതിയിൽ പലരെയും തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സബിത്തിൻ്റെ ഫോൺ പരിശോധിച്ച ശേഷം കൂടുതൽ ബന്ധപ്പെട്ടത് ആരെല്ലാമെന്ന് കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കൂടുതൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും തന്നെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ആരുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അതോടൊപ്പം തന്നെയാണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഇരകളിലേക്ക് ചെല്ലാനായിട്ട് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ് പറയുന്നത്. പാലക്കാട് സ്വദേശിയായ ഷമീറിന് യാതൊരു രീതിയിലും അവരുമായി ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാം എന്ത് സംഭവിച്ചു എന്നത് വലിയ ദുരൂഹതയുണർത്തുന്നുണ്ട്. ഇരകളിലേക്ക് ചെന്നാൽ മാത്രമേ ഇവരെ ഈ നെക്സസിനെ കുറിച്ച് കൂടുതലായ വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുന്നു.
കേന്ദ്ര ഏജൻസികൾ ഇതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവരും ഈ അന്വേഷണ പുരോഗതിയെ സസൂക്ഷ്മം വീക്ഷിക്കുന്നു. കാരണം ഇതിൽ അവയവക്കടത്ത് എന്നത് ഗുരുതരമായൊരു കുറ്റം തന്നെയാണ്. ഇരകളെ വിദേശത്തെത്തിച്ച് അത് അവരുടെ അവയവങ്ങൾ വിൽക്കുക, അതിനുമപ്പുറം എന്താണ് ഇവർ ഈ പണസംബന്ധമായ കാര്യങ്ങൾ ഏത് രീതിയിൽ ഇടപാടുകൾ നടത്തി, അത് എങ്ങനെയാണ് അതെല്ലാം തന്നെ ഉപയോഗിച്ചത്, ആരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നതെല്ലാം ഒരുപക്ഷെ കേരള പോലീസിൻ്റെ പരിധിക്കും അവരുടെ റഡാറിനും അപ്പുറമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികളടക്കം ഇതിൽ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തും. വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സജിശ്യാമിനടക്കം റിമാൻഡിലുള്ള സജിശ്യാമിനടക്കം കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണെങ്കിലും ഈ അവയവക്കടത്ത് കേസിൽ കൂടുതൽ അന്വേഷണം അത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഒക്കെ വ്യാപിപ്പിക്കുന്നുണ്ട്. കൂടുതൽ സാഹചര്യം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്ന് കരുതുകയും ചെയ്യും. എന്താണെങ്കിലും മോർണിംഗ് വൈബ്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. വളരെ വേഗത്തിൽ തിരികെ എത്താം. പ്രത്യക്ഷ സമരവുമായി മുമ്പോട്ട് വരിക എന്നൊരു രാഷ്ട്രീയ തീരുമാനമാണ് UDF കൈക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയ ഒരു അവസരമാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി അത് പരമാവധി ഉപയോഗിക്കാനുള്ള ഒരു നീക്കം തന്നെ UDFിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു വേണം കരുതാൻ. രണ്ടാമത്തെ പത്രികയാണ് ഈ ഡ്രൈ ഡേ മാറ്റുന്നതിന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇതിന്റെ 12 മണി വരെ നീട്ടുക ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണ്. ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണോ, കോടികൾ പിരിച്ചെടുക്കാനുള്ള ഈ ബാർ ഉടമകൾക്ക് നൽകുന്ന വാഗ്ദാനമായിട്ടാണോ, അതൊക്കെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. ആരുടെയെങ്കിലും ഉറപ്പ് കിട്ടാതെ ഏതെങ്കിലും അസോസിയേഷന് പണം ചോദിച്ചാൽ അവരുടെ അംഗങ്ങൾ പണം കൊടുക്കും. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം പറഞ്ഞു അല്ല, അതൊക്കെ ഇപ്പൊ ആദ്യം ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. എല്ലാം കൂടി ഇപ്പൊ പറയാൻ പറ്റും. ഗവൺമെന്റ് ആ ആവശ്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അറിയട്ടെ. അല്ല, മന്ത്രിമാരെല്ലാം പലരും വിദേശത്താണ്. സ്വദേശത്തേക്ക് വരുമ്പോൾ രാജിവെക്കണമെന്നായി പറഞ്ഞത്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നിയമസഭ വരുമ്പോൾ മുഖാമുഖം പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനോട് ചോദിക്കാമല്ലോ. ഇതിന്റെ മറ്റ് വിവരങ്ങളൊക്കെ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. പുതിയ ബാർ കോഴ ആരോപണം പ്രതിഷേധം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ബാർ കോഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ കൃത്യമായ വിവരം പുറത്തുവരില്ല എന്നാണ് UDF കൺവീനർ MM ഹസൻ പറയുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണത്തിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സർക്കാരിന്റെ തന്നെ അന്വേഷണ സംഘമായ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല, സർക്കാർ വെട്ടിലാവുന്ന പുതിയ ആരോപണത്തിൽ എന്നാണ് MM ഹസൻ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഭവ്യ, അതായത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ ആരോപണം വലിയ തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നതിന് ഇടയിലാണ് ഇന്ന് UDF ഏകോപന സമിതി യോഗം ചേർന്ന് തുടർ പ്രതിഷേധ സമരങ്ങൾ, അതായത് പ്രത്യക്ഷ സമരം ഇനി എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി എടുത്തിരിക്കുന്ന തീരുമാനം വരുന്ന ജൂൺ 10-ാം തീയതി മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു ആശംസ അറിയിച്ച ശേഷം മറ്റു വാർത്തകളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ സന്തോഷ് കാരക്കോണത്തിൻ്റെയും ഭാര്യ രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ സന്തോഷ് ആൻഡ് രേവതി, ഹാപ്പി ആനിവേഴ്സറി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തായാലും ഇത്രയും സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോയാൽ, ഉഷ്ണതരംഗം കേരളത്തിലെ നെല്ലുൽപാദനത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കിയതായി കണക്കുകൾ. കഴിഞ്ഞ തവണത്തേക്കാൾ 30% ഉൽപാദനമാണ് ഇത്തവണ കുറഞ്ഞത്. പല പാടശേഖരങ്ങളും കൊയ്ത്ത് പോലും ഉപേക്ഷിച്ചു. കാർഷിക രംഗത്തെ നിലവിലെ പ്രതിസന്ധിക്ക് പുറമെയാണ് ഈ തിരിച്ചടി. കനത്ത ചൂടിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2022-23 7,31,182 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചതെങ്കിൽ ഇത്തവണ അത് 4,99,768 മെട്രിക് ടണ്ണായി കുറഞ്ഞു. 30% കുറവാണ് രേഖപ്പെടുത്തിയത്. സീസണിൽ ഏക്കറിന് 25 മുതൽ 30 ക്വിന്റൽ വരെ നെല്ല് ലഭിച്ചിരുന്നിടത്ത് ഇത്തവണ അത് 15 ക്വിന്റലായി കുറഞ്ഞു. 20 ക്വിന്റൽ നെല്ലെങ്കിലും ലഭിച്ചാലേ ഉൽപാദന ചിലവ് കർഷകന് ലഭിക്കൂ. വിളവ് മോശമായതോടെ നിരവധി കർഷകർ പാടശേഖരങ്ങളിൽ കൊയ്ത്തു നടത്താതെ ഉപേക്ഷിച്ചു. മൂലം കൃഷിക്കാർക്ക് ഏറ്റവും വലിയ കനത്ത ആഘാതമാണ്.
അതായത് ഒരേക്കറിൽ 50,000 രൂപ 45,000 രൂപ ചെലവഴിച്ചെടുത്ത് ഒരു 3,000 രൂപ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് കൃഷിക്കാരെത്തിയിരിക്കുന്നത്. പല പാടശേഖരം കോട്ടയ സൈഡിലുണ്ട്, കൊമരമുണ്ട്, തിരുവാർപ്പുണ്ട്, ചിന്നത്തിലുണ്ട്, മാന്നാറുണ്ട്, പല പാടങ്ങളിലും കൊയ്യാ കിടക്കുന്നുണ്ട്. അത് കൊയ്തിട്ട് കാര്യമില്ല. കൊയ്തിട്ട് ഒരു മണിക്കൂർ ഒരു കിൻഡൽ ഒരു ടാങ്ക് നെല്ല് നിറയേണ്ട സ്ഥാനത്ത് 20 മിനിറ്റ് കൊണ്ട് നിറയേണ്ട സ്ഥാനത്ത് 3 മണിക്കൂർ 4 മണിക്കൂർ കൊയ്താൽ നിറയത്തില്ല. നിറഞ്ഞു വരുന്ന വലിയ പതിരായിട്ടാണ് വരുന്നത്. പിന്നെ കൊയ്ത്തുകൂലി കൊടുക്കാൻ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ പല പാടങ്ങളും കൊയ്ത്തുപേക്ഷിച്ചിരിക്കുകയാണ്. കുട്ടനാട്ടിൽ നിലം പാട്ടത്തിനെടുത്താണ് വലിയ വിഭാഗം കർഷകരും കൃഷി നടത്തുന്നത്. ഏക്കറിന് 25,000 പാട്ടത്തുക. ഇത്തരം കർഷകരാണ് ഉഷ്ണതരംഗത്തിൽ കൂടുതൽ തിരിച്ചടി നേരിട്ടത്. 2022-23 ഒന്നാം വിളയിൽ നെല്ലുൽപാദനം 2,26,619 മെട്രിക് ടൺ നെല്ലും രണ്ടാം വിളയിൽ 5,04,563 മെട്രിക് ടൺ നെല്ലുമാണ് സംഭരിച്ചത്. എന്നാൽ ഈ വർഷം ഒന്നാം വിള സീസണിൽ 1,53,862 മെട്രിക് ടണ്ണും രണ്ടാം വിള സീസണിൽ 3,45,906 മെട്രിക് ടണ്ണുമായി സംഭരണം കുറഞ്ഞു. ഉൽപാദനക്കുറവിന്റെ പ്രധാന കാരണം കനത്ത ചൂടാണെന്ന് സപ്ലൈകോയും സ്ഥിരീകരിക്കുന്നു. നിലവിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന കർഷകർ നേരിടുന്ന പുത്തൻ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ സർക്കാർ സഹായം ലഭ്യമാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലാണ് പ്രകൃതി ഉഷ്ണതരംഗത്തിന്റെ രീതിയിൽ കർഷകരെ ചതിച്ചത്. പല പാടശേഖരങ്ങളും പുഞ്ചകൃഷിയുടെ വിളവ് കൊയ്തെടുക്കുക പോലും ചെയ്യാതെ ഉപേക്ഷിക്കുകയാണുണ്ടായത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട്ടിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ ട്രാക്ടർ ഡ്രൈവർമാർ ഇല്ലാത്തതിനാൽ വലയുകയാണ് പാലക്കാട്ടെ കർഷകർ. ഈ കണ്ടം ഇങ്ങനെ ഉഴുതുമറിക്കാൻ ട്രാക്ടറിനെ ആശ്രയിക്കുന്ന കർഷകരാണ് കൃഷി ഇറക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കുള്ള പ്രയാസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇടമഴ ലഭിച്ചാലുടൻ ട്രാക്ടറുകൾ പാടത്തേക്കിറങ്ങും. നെൽവയലുകളെ ഉഴുതുമറിച്ച് ഞാറ്റടി വരെ ട്രാക്ടറുകൾ കണ്ടത്തിലുള്ളൂ. പാലക്കാടൻ പാടങ്ങളിൽ ഇപ്പോൾ ട്രാക്ടറുകൾ ഇറങ്ങുന്നത് അപൂർവമാണ്. പരിചയസമ്പന്നരായ ഡ്രൈവർമാർ കുറവായതിനാൽ വയലുടമകൾ തന്നെ കണ്ടം പൂട്ടാൻ പാടത്തിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ചെളിക്കണ്ടത്തിൽ ട്രാക്ടർ ഉരുട്ടി ഉഴുതുമറിക്കാൻ വിദഗ്ധരായ ഡ്രൈവർമാരിപ്പോൾ കുറവാണ്. ട്രാക്ടർ ഡ്രൈവർക്ക് കണ്ടം പൂട്ടുന്നതിന് മണിക്കൂറിന് 150 രൂപയും ചെലവുമാണ് കർഷകർ കൊടുക്കുന്നത്. രാവിലെ 8 തുടങ്ങിയാൽ വൈകിട്ട് 6 വരെയെങ്കിലും ഇത് തുടരും. നമുക്ക് ട്രാക്ടർ ഓട്ടിക്കാനുള്ള ഡ്രൈവർമാരെ ഈ പ്രാവശ്യമല്ല, ഒരു 10 കൊല്ലമായിട്ട് കിട്ടാനില്ല. 1, 2 ഈ തൊഴിലും കൊണ്ട് നടക്കണ ഞങ്ങളെ മാതിരിയുള്ള കുറച്ച് ട്രാക്ടറുകാർ ഇതോടുകൂടി ആത്മഹത്യ ചെയ്യേണ്ട ലെവലിൽ ആയില്ലേ. ഞങ്ങൾക്കാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഞാൻ കർഷകനും കൂടിയാണ്. ഇത് ചെയ്യാതെ ഇരുന്നാൽ ഞങ്ങൾക്ക് നിലനിൽപ്പുമില്ല. നിലനിന്ന് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ബംഗാളികൾ വരണം നടാൻ. അത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീസലിന്റെ വിലയുണ്ട്. ഞങ്ങൾക്ക് സബ്സിഡിയിൽ ഡീസൽ വേണം പറഞ്ഞിട്ട് അതും തരുന്നില്ല. വേനൽ മഴ ലഭിച്ചതോടെ നെൽവയലുകൾ സജീവമാകേണ്ട സമയമാണിത്. എന്നാൽ പലയിടങ്ങളിലും കണ്ടം ഉഴുതുമറിക്കാനാവാതെ പ്രയാസത്തിലാണ് പാലക്കാട്ടെ നെൽകർഷകർ. ന്യൂസ് 18 പാലക്കാട്. കോട്ടയത്ത് പക്ഷിപ്പനി പടർന്ന മണർകാട് മേഖലയിലെ 9,691 പക്ഷികളെ ദയാവധം ചെയ്ത് സംസ്കരിച്ചു. 9,680 മുട്ടയും ഏതാണ്ട് 10,000-ലേറെ കിലോ കോഴിത്തീറ്റയും 57 ടൺ വളവും ശാസ്ത്രീയമായി മറവ് ചെയ്തു. ഈ മേഖലയിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മുട്ട, ഇറച്ചി ഉൾപ്പെടെയുള്ളവയുടെ വിൽപ്പന നിരോധിച്ചിട്ടുമുണ്ട്. കോട്ടയം മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ ഫാമിലായിരുന്നു സംഭവം. അതായത് സർക്കാരിന് കീഴിലുള്ള ഫാമിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 ദിവസം മുൻപാണ് ഭോപ്പാലിലെ ലാബിൽ നിന്ന് ഇത് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഈ കള്ളിംഗ് പ്രവർത്തനത്തിലേക്ക് കടക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടന്നത്. ഏതാണ്ട് 9,000-ഓളം കോഴികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനെ പൂർണ്ണമായും കൊന്നൊടുക്കുക, ഒപ്പം തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിലുള്ള പക്ഷികൾ
ആടുകളെ ഉൾപ്പെടെ കൊന്നൊടുക്കുക എന്നതാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് മുന്നിൽ വെച്ച ഒരു തീരുമാനം. കാരണം ഇതിനപ്പുറത്തേക്ക് ഇതൊരു ഫാം ഉള്ളിലായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് ഉള്ളത്. സാധാരണഗതിയിൽ താറാവുകളിലൊക്കെയാണ് കോട്ടയം ജില്ലയിൽ അങ്ങനെ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് H5N1 ഇനത്തിൽപ്പെട്ട പനിയാണെന്നാണ് കഴിഞ്ഞ ദിവസം ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. ഈ താറാവുകൾ കല്ലറ ഭാഗത്തൊക്കെ വെച്ചൂർ ഭാഗത്തൊക്കെ സ്ഥിരമായി എല്ലാ വർഷവും സ്ഥിരീകരിക്കുന്നതാണ്. അപ്പോൾ ആ മേഖലയിൽ ആകെയുള്ള നിരവധി താറാവുകളെ കൊന്നൊടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇറച്ചി വിൽപ്പന, ഒപ്പം തന്നെ മുട്ടയുടെ വിൽപ്പന, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാഷ്ടത്തിന്റെ വിൽപ്പന, ഇതെല്ലാം ഈ പരിധിയിൽ 1 കിലോമീറ്റർ പരിധിയിൽ നിരോധിക്കുകയും ചെയ്തിരുന്നു ജില്ലാ ഭരണകൂടം. എന്തായാലും ഈ കൂടുതലിടത്തേക്ക് വ്യാപിച്ചതായിട്ടുള്ള വിവരം ഇതുവരെയും ഇല്ല. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഈ പ്രദേശവാസികളാകെയുള്ളത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് കോട്ടയത്ത് നിന്ന്. ഇനി മഴ പെയ്യുന്നുണ്ട് സംസ്ഥാനത്തുടനീളം. ഇത്രയും മഴയുണ്ടായിട്ടും ശുദ്ധജലം കിട്ടാത്ത സാഹചര്യമുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴക്കാലമായിട്ട് പോലും കുന്നിറങ്ങി താഴെ കുഴിയിൽ നിന്ന് വെള്ളമെടുത്ത് പോകേണ്ടി വരുന്ന ഒരു ആളുകളുണ്ട്, ഒരു സംഘം. ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ ആദിവാസി കോളനി വാസികൾക്കാണ് വീട്ടാവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ശുദ്ധജലം കിട്ടാത്ത അവസ്ഥ. 10ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ ഒരു ശുദ്ധജല സ്രോതസ് എന്ന ആവശ്യം അത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. കോളനിയിലെ കിണർ നന്നാക്കിയെടുക്കാൻ ഫണ്ടൊക്കെ വകയിരുത്തി. എന്നാൽ ടെൻഡർ എടുത്തവർ അതിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. CV അനുമോദ് മലപ്പുറത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ ST കോളനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മഴ പെയ്തു തുടങ്ങിയതോടെ ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നമൊക്കെ ഏറെക്കുറെ തീരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളും സാഹചര്യവും അല്പം വ്യത്യസ്തമാണ്. ഇവിടെ ഇപ്പോഴും കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. 200 മീറ്ററോളം താഴേക്ക് നടന്നുപോയി ഒരു കുഴിയിൽ നിന്നാണ് ഇവിടെയുള്ളവർ വെള്ളം ശേഖരിക്കുന്നത്. ഈ 10 വീടുകളാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ളവർക്ക് ആശ്രയമാകുന്ന അതിനുവേണ്ടി നിർമ്മിച്ച ഒരു കിണർ ഇവിടെയുണ്ട്. പക്ഷെ അത് ഉപയോഗശൂന്യമാണ്. അതിൻ്റെ നവീകരണവും അറ്റകുറ്റപ്പണിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇവർക്ക് കുടിവെള്ളത്തിന് ഇവിടെ ഒരു ശാശ്വത സൗകര്യം ഒരുക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. അതിനുള്ള ഫണ്ടും വകയിരുത്തിയിരുന്നു. പക്ഷേ ആ പദ്ധതിയും എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ പോലും ഇവർക്ക് ഈ ഒരു കുന്നിറങ്ങി വെള്ളം ഒരു കുഴിയിൽ നിന്നും എടുത്തു കൊണ്ടുവരേണ്ട സാഹചര്യമാണുള്ളത്. നമ്മളോടൊപ്പം ഇവരെന്നെ ചേരുന്നു. ചേച്ചി, വലിയ ബുദ്ധിമുട്ടല്ലേ? പിന്നെ അല്ലാണ്ട് ഞങ്ങൾ എത്ര ഇടങ്ങാറാകണ വെള്ളത്തിനെന്നാ. കാലം കുറേ ആയി. ഈ എഴുതി കൊടുക്കണ ആരും ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു തീരുമാനമല്ല. അപ്പൊ ഞാൻ വെള്ളം എടുക്കണ പാത്രം കിണറ്റിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാത്തിനും വേണ്ട വെള്ളേറ്റ. മക്കളൊക്കെ പോണ കുട്ടികളാ ഒക്കെ 8 മണിക്കും പോവും. അപ്പൊ ഈ മക്കൾക്ക് വെള്ളം വേണ്ടേ? അല്ലാണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിന് പോണ ആൾക്കാരാണ്. പണിക്ക് പോകാനാവുന്ന അവിടുന്ന് വെള്ളം കിട്ടുക. അതാണ് ഒരു നല്ല മഴ പെയ്ത് ആ വെള്ളം കലങ്ങും. എന്നിട്ട് അത് ഊറാൻ വെച്ചിട്ട് വേണം. ഡോക്ടർമാര് വരുമ്പോ പറയും നല്ല തിളപ്പിച്ച് കുടിക്കണം. ഈ കലക്ക് വെള്ളം കുടിച്ചോണ്ട് മതിയോ? ഞങ്ങളെ സൂക്കട് മാറുമോ? അതാണ് കുഴി തന്നെയാണ്. അത് കിണറൊന്നല്ല. അതാണ്ട് ആട് പോകുമ്പോണ്ടായിരുന്നു. അതിന് ആടൊക്കെ വെള്ളം കൊടുക്കണ്ടൊക്കെ കുഴിയാണ് അത്. പിന്നെ ഞങ്ങള് താത്തി ഇപ്പൊ അയത്ത വെള്ളമാണ് ഈ പെരക്കാര് മുഴുവനും കുടിക്കണത്. ആ വെള്ളമാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി. അവിടെ ഒരു ദിവസം ഉച്ച ആകണ വരെ വൈകുന്നേരമാണ് അവരെ ഇരുന്നതാ. എന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടില്ല. ഈ ഒരു കിണർ നേരാക്കാൻ വേണ്ടിയിട്ട് കുറെ കാലം പറയാനുണ്ട്. പിന്നെ കുറെ ഇവര് അരീക്കോട് അറ്റം പോയി വരാതെയും കൊണ്ട് എന്നിട്ടും അതിനൊരു കുറിച്ചും പറയുന്നില്ല. ഇല്ല. അതിനൊക്കെ എന്നോ ഒരു കാലം അളവെടുത്ത് പോയി. പിന്നെ അതും ഇല്ല. ഈ കുന്നും പുറത്തൊക്കെ ആരും നോക്കാനും പറ്റില്ല. റോഡിന് കൊടുത്തു, കിണറിന് കൊടുത്തു, പെരക്ക് കൊടുത്തു. ഒന്നും ഒരു സഹായം ഇല്ലെന്ന് പറഞ്ഞ ഒരു സഹായം ഇല്ല. ഈ മഴക്കാലാവുമ്പോ ഇനി എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇവിടെ? ഞങ്ങള് കണ്ടോല കൂലിപ്പണിക്ക് നമ്മൾ 8 മണിയാകുമ്പോൾ എത്തണം. ഈ വെള്ളം കോരിയാൽ നമ്മൾ അല്ലെങ്കിൽ പണിക്ക് പോകും. വരുമ്പോ 7 മണിയാവും. 7 മണിയാകുമ്പോ പറഞ്ഞ ഈ ആണുങ്ങളെല്ലാത്തോട്ട് നമുക്ക് ആരെ തുണക്കിട്ട വെള്ളത്തിന് പോകാം. താഴെ കൊണ്ട് പോണ്ടേ. കുളിക്കതയും കൂടെ നിൽക്കണുണ്ട് ഞങ്ങളൊക്കെ ചില ദിവസങ്ങൾ ദൂരത്തൊക്കെ പണിയാകുമ്പോൾ. അവരുടെ ബുദ്ധിമുട്ട് വളരെ വ്യക്തമാണ്. നമ്മളൊപ്പം ചാലിയാർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഉസ്മാൻ ചേരുന്നുണ്ട്. അങ്ങയുടെ ഒരു വാർഡ് കൂടിയാണുള്ളത്. എന്താണ് അങ്ങയുടെ ഈ ഒരു പഞ്ചായത്തിലെ വലിയൊരു പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്? പഞ്ചായത്ത് ഇതിന് പദ്ധതി പാസ്സാക്കിയിട്ടുണ്ട്, ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നടപ്പാവാത്തത്? അതായത് ചാലിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് കണ്ടെത്തുക, പദ്ധതി തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന സംഗതി.
അത് നമ്മൾ നവകേരള സദസ്സിൽ ഇവർ അപേക്ഷ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഒരു കത്ത് തന്ന മുറയ്ക്ക് അത് പഞ്ചായത്ത് ചർച്ച ചെയ്യുകയും അടിയന്തരമായിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. അതിന് ശേഷം അത് ടെൻഡർ ചെയ്തതിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അസിസ്റ്റന്റ് എഞ്ചിനീയറെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി ഇതിന്റെ വെള്ളം കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എത്രയും പെട്ടെന്ന് തീർക്കണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ മഴ പെയ്യുന്നത് വരെ ഇത് ചെയ്തു തീർക്കാൻ നമ്മളെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. ഉദ്യോഗസ്ഥരെ ഒരു കാലതാമസം വരുത്തിയതാണ് ഈ പദ്ധതി വേഗം കാരണം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവര് പദ്ധതി ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ചെയ്യിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണ്ടേ? ഞങ്ങൾക്ക് അവരെ വിളിച്ചു കരുത്തി പറയാനേ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും ഇവിടെ എന്താ ഉദ്ദേശം? ഈ കിണറിന്റെ നവീകരണമാണോ അതോ പൈപ്പ് ലൈൻ അടല്ലേ? അല്ല, നിലവിൽ ഇപ്പൊ ഈ കിണർ നവീകരിച്ച് പൊളിഞ്ഞതൊക്കെ ഒഴിവാക്കി റിങ് ഇറക്കി കൊടുത്ത് ശുദ്ധജലം ലഭ്യമാക്കുക എന്നത് മാത്രമാണ് ഈ കിണർ. ഈ കിണർ ലഭ്യം ആയാൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും വെള്ളം കിട്ടും. പിന്നെ പൈപ്പ് ലൈൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് പ്രാധാന്യം കൂടിയുണ്ട്. ഏറ്റവും അധികം മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തൊരു പഞ്ചായത്താണ് ചാലിയാർ. അവിടെയാണ് ശുദ്ധമല്ലാത്ത കുടിവെള്ളം ഉപയോഗിക്കേണ്ട സാഹചര്യം ഇവർക്ക് വരുന്നത്. എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? അടിയന്തരമായിട്ട് ഭരണസമിതി ഇപ്പൊ നമ്മളെ ഇലക്ഷൻ പ്രോട്ടോകോളോ കഴിഞ്ഞതിന് ശേഷം ഇനി ഭരണസമിതി യോഗം കൂടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഭരണസമിതി യോഗം കൂടിയിട്ട് ഉചിതമായ തീരുമാനം എടുക്കും നമ്മൾ. അതാണ് നമുക്ക് തീരുമാനം എടുത്ത് ഇവർക്ക് കൊടുക്കുക, ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക. എത്രത്തോളം അത് വിജയിക്കുമെന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി തോന്നണ്ടേ ഇത് നടത്തണം. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ടെൻഡർ ചെയ്ത് വർക്ക് ഏറ്റെടുക്കാത്തതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താ അതിന്റെ കാരണമായിട്ട്? അവര് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയാനേ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ കരാറുകാരോട് പറയുന്നുണ്ട്. കരാറുകാരെ നമ്മൾ വിളിച്ച് അവരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ പോലെ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. എന്താണ് കാരണം നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്? ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ കരാറുകാരുടെയും ഭാഗത്തു നിന്നും ഈ ഒരു മനോഭാവം, മെല്ലെപ്പോക്ക് മനോഭാവമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പം മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ ഉസ്മാൻ പറയുന്നത്. എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അധികം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത ഒരു പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിൽ ഈ ചാലിയാർ. അവിടെയാണ് ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കാൻ നിർബന്ധിതരാവുന്നത് ഇവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഒരു വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ തീരൂ. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദാണ് അവിടുത്തെ ആ ഒരു സാഹചര്യം വിശദീകരിച്ചെന്നാലും ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് പോലും ഇങ്ങനെ വെള്ളം കിട്ടാതെ വരുന്നത്, ശുദ്ധജലം കിട്ടാതെ വരുന്നത് വലിയ കഷ്ടമാണ്. ഇനിയെങ്കിലും കണ്ണ് തുറക്കട്ടെ ഈ കണ്ടവരുടെ. ഇനി പാലക്കാട് അട്ടപ്പാടിയിൽ ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ചികിത്സ വൈകിയ യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. ഒമല സ്വദേശിയായ ഫൈസൽ എന്ന 25-കാരനാണ് മരിച്ചത്. കോട്ടത്തറ ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ രണ്ടും തകരാറിലായതാണ് യുവാവിന് ജീവൻ നഷ്ടമാകാൻ കാരണം. വണ്ടിയുണ്ട്, അത് വണ്ടി ഒരെണ്ണം ആക്സിഡന്റ് ആയിട്ടും ഒരെണ്ണം AC കമ്പനിയുടെ ഫസ്റ്റ് ഓഫ്. അതിന് കുറച്ച് മേജർ വർക്കാണ്, അതിന്റെ സാങ്ഷൻസ് കാര്യങ്ങളുണ്ട്. അത് കിട്ടിയിട്ടേ ഉള്ളൂ. സപ്ലൈ വർക്ക് ഓർഡർ കൊടുത്തു. കുറച്ച് വലിയ വർക്കാണ് ഒരു വണ്ടിയുടെ. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൂടുതൽ വർക്ക് വരുമെങ്കിൽ ഇതിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാങ്ഷൻ അങ്ങനെ കാര്യങ്ങൾ വരും. സർക്കാർ വണ്ടികളുടെ കാര്യം പറയില്ല. KSRTC വണ്ടികൾ കിടക്കുന്നുണ്ടല്ലേ, സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുള്ള വണ്ടികൾ നിങ്ങൾ അവിടെ ഈ ഗവൺമെന്റ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പ് ഉണ്ട് പാലക്കാട്, അവിടെ പോയി നോക്കി കാണാം. പോലീസിന്റെ വണ്ടി, എക്സൈസിന്റെ വണ്ടി ഇങ്ങനെ മാസങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഇതിന്റെ ഒഫീഷ്യൽ സംഭവങ്ങൾ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇത് ഡെയിലി ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും സ്പീഡാക്കിയിട്ട് ഈ ആക്സിഡന്റിന്റെ എല്ലാം പേപ്പർ അത് പോലീസിന്റെ GD എൻട്രി ഉണ്ടായിരുന്നില്ല. അത് വളരെ കുറെ കഴിഞ്ഞിട്ടാണത് അവർ ആ ഒരു പോയിന്റ് പൊക്കി കൊണ്ടുവന്നത്. അത് നമ്മൾ വാങ്ങിച്ചയച്ച് എല്ലാം സാങ്ഷൻ കിട്ടിയതിന്റെ വർക്കോട് കഴിഞ്ഞു. ഇനി സർക്കാർ അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ വേണം. അവരെ താഴെ കിടക്കുകയാണ്. S. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഈ കോട്ടത്തറ ആശുപത്രിയിൽ ഈ വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസുകൾ ഇങ്ങനെ ദീർഘകാലമായി തകരാറിലായി കിടക്കുകയാണ്. ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ വാക്കുകളിൽ നിന്നാണ് മനസ്സിലാകേണ്ടത്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്?
എൽദോ ആശുപത്രി സൂപ്രണ്ട് പത്മനാഭൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള വീഴ്ചകൾ പറയുന്നുണ്ട്. അതായത് സാധാരണ നിലയിൽ ആംബുലൻസുകൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിവസങ്ങളെടുക്കും അല്ലെങ്കിൽ ആഴ്ചകളെടുക്കും എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഈ തൃശ്ശൂരിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയ ഒരു ആംബുലൻസും അതുകൂടാതെ മറ്റൊരു ആംബുലൻസും ഇങ്ങനെ 2 ആംബുലൻസുകളാണ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാസങ്ങളായി കട്ടപ്പുറത്ത് കിടക്കുന്നത്. ഇതാണ് പ്രധാനമായും ഇന്നലെ ഫൈസലിന്റെ മരണത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് ഫൈസലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത്, അതായത് കോട്ടത്തറയിലുള്ള ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നു കാര്യങ്ങൾ, രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും പ്രാഥമിക ചികിത്സ അദ്ദേഹത്തിന് നൽകിയിരുന്നു. മരണകാരണം അത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല എന്നുമാണ് സൂപ്രണ്ട് പറയുന്നത്. നമുക്കറിയാം ഇന്നലെ രാവിലെയാണ് ഇത് സംബന്ധിച്ച് ഫൈസൽ പോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരക്കൊമ്പ് പൊട്ടി വീഴുകയും ഇയാൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. തുടർന്നാണ് ഈ അട്ടപ്പാടിയിൽ വെച്ച് തന്നെയായിരുന്നു സംഭവം. അട്ടപ്പാടിയിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും തുടർന്നാണ് ഇവിടെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകളില്ല എന്ന് മനസ്സിലാവുന്നത്. ഒടുവിൽ ഒറ്റപ്പാലത്ത് നിന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്തുമ്പോഴത്തേക്ക് 3 മണിക്കൂർ പിന്നിട്ടിരുന്നു. എത്രയും പെട്ടെന്ന് കോട്ടത്തറയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റണമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ നിലപാട്. എന്നാൽ മണ്ണാർക്കാട് എത്തുമ്പോഴത്തേക്ക് ഇയാളുടെ നില ഗുരുതരമായി. തുടർന്ന് മണ്ണാർക്കാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഇവിടെ വെച്ച് മരിക്കുകയുമാണ് ഉണ്ടായത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്, ആദിവാസികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ കാരണം അല്ലെങ്കിൽ കടുത്ത വീഴ്ചയും നിഷ്ക്രിയത്വവും കാരണം ഇങ്ങനെ ആംബുലൻസുകൾ മാസങ്ങളായി കട്ടപ്പുറത്ത് കിടക്കുന്നത്. ഇതാണ് പ്രധാനമായും ഇന്നലെ ഫൈസലിന്റെ ഒരു മരണം കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ കട്ടപ്പുറത്താണെന്നുള്ള സത്യം പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ആശുപത്രി സൂപ്രണ്ട് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പാലക്കാട് ഉണ്ടായിരുന്ന ആംബുലൻസ് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയതും മറ്റൊരു ആംബുലൻസ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കയറ്റിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. എന്തായാലും ഇത് കൃത്യമായ ഒരു അന്വേഷണം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഒപ്പം തന്നെ അടിയന്തരമായി നമുക്കറിയാം ഇപ്പോൾ ഒരു പോലീസ് വാഹനമോ അല്ലെങ്കിൽ മറ്റൊരു വാഹനമോ പോലെയല്ല ആംബുലൻസ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ അത് ഉടനടി പരിഹരിക്കാനുള്ള പരിഹരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിൽ കൃത്യമായുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാകണം. അത് വീഴ്ച പരിഹരിക്കുക തന്നെ വേണം. ഒരു ജീവനാണ് നഷ്ടമായത് ആ വീഴ്ച കൊണ്ട്. കോഴിക്കോട് നഗരത്തിലെ കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലെ 7ാം നിലയിലെ സീലിംഗ് അടർന്നു വീണ സംഭവത്തിൽ കോർപ്പറേഷൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് താമസക്കാർ. 7ാം നിലയിലെ ഫ്ളാറ്റിന്റെ സീലിംഗ് വീണ്ടും അടർന്നു വീണു. 15-കാരിയുടെ ദേഹത്തേക്കാണ് സീലിംഗ് അടർന്നു വീണത്. കോഴിക്കോട് നഗരത്തിലെ കല്ലുത്താൻകടവ് നിവാസികളുടെ ദൈന്യത ആർന്ന ജീവിതം ന്യൂസ് 18 മാസങ്ങൾക്ക് മുമ്പ് പുറത്തു കൊണ്ടുവന്നിരുന്നു. സർക്കാരും കോർപ്പറേഷനുമൊക്കെ വിഷയത്തിൽ ഇടപെടുകയും NIT കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ പഠന റിപ്പോർട്ടുകൾ ഇനിയും പുറംലോകം കണ്ടിട്ടില്ല. ഒപ്പം അറ്റകുറ്റപ്പണികൾ ഒരു വശത്ത് പോലും ഒരു നിലയിൽ പോലും നടത്താൻ അധികൃതർ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും മഴക്കാലം എത്തുമ്പോൾ വീണ്ടും മേൽക്കൂരകൾ താഴേക്ക് പതിച്ച് ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ 7ാം നിലയിൽ താമസിക്കുന്ന താമസക്കാരോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു സംഭവിച്ചത്? എന്താണ്, ഞാൻ രാവിലെ അങ്ങനെ പണിക്ക് പോയതാണ്. എൻ്റെ വലിയ മോള് മറുമോളൊക്കെ ഉണ്ടായി. ഓണാത് വിളിച്ച് രാവിലെ പറഞ്ഞത് അമ്മ ഇങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് പറഞ്ഞു. ഒരു ചെറിയ മോൾ അവിടെ കിടന്നുണ്ടായി. ഓൾ മേലെ ചില്ലൊക്കെ കഷ്ണങ്ങളൊക്കെ മുഖത്തിലായും പോലെ. ഓൾ അവിടെ കിടന്നത്. അപ്പോഴാണ് ഓണ് വന്ന് വിളിച്ചത്. അപ്പോഴാണ് ഞാൻ പേടിച്ചിട്ട് ഓടി വന്നത്. ആരുമില്ല. ഇപ്പോൾ രാത്രി പിള്ളേർ കിടക്കുമ്പോൾ ഓണ് വന്നിട്ട് പേടിച്ചിട്ട് അമ്മ അവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഓണുണ്ട് അങ്ങ് കൂടെ വിടുന്നതാണ്. ഓൺ മരുമോൻ ഇവിടെ ഉണ്ടാവില്ല. രാത്രി ഇവിടെ കൂടെ വന്ന് കിടന്നതാ പേടിച്ചിട്ട്. ഇവിടെ കിടന്നതാ. പൊട്ടിയിട്ടുണ്ട്. രാത്രി അത് നമ്മൾ കിടക്കാൻ നേരത്ത് പൊട്ടി വീണതാ. നമ്മൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ കഷ്ണങ്ങള്. നമ്മൾ വിചാരിക്കൂല കള്ളത്തരം പറയുന്നു വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാ രാത്രി. എടുത്തു വെച്ചതാണ്. രാത്രി കിടക്കാൻ നേരത്ത് അത് വീണത് അവിടുന്ന്. അവിടെ കുട്ടികളൊക്കെ ഇവിടെ കിടക്കാൻ സ്ഥലമായിട്ട് എല്ലാവരും ഇവിടെ കിടക്കാൻ. മക്കളൊക്കെ വലിയ മോണൊക്കെ ഇവിടെയാ കിടക്കുന്നത്. അവിടെ കിടക്കാം. എപ്പോഴാ കിടക്കണം നമുക്ക് അറിയില്ലല്ലോ, പേടിയാവുക. മുപ്പറ കണ്ടല്ലോ ഇവിടെ കിടന്നാലേ രാവിലെ എണിക്കുമല്ലോ. നമ്മൾ പണിക്ക് പോവുക, മുപ്പറാൾ വെള്ളമടിച്ചിട്ട് കിടക്കും. അറിയൂല എന്താ നടക്കുന്ന അറിയൂല. എപ്പോഴാ വീഴുന്ന അറിയില്ല.
9ാം നിലയിൽ തന്നെ മറ്റൊരു ഫ്ളാറ്റാണിത്. ഇതിന്റെ മേൽക്കൂരയും ഏതാണ്ട് ഏത് നിമിഷവും അടർന്നു വീഴാവുന്ന രീതിയിൽ നിലനിൽക്കുന്നു. ഒപ്പം അടുക്കളയിലെ പല ഭാഗങ്ങളിലും വിള്ളലുകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. ചില വിള്ളലുകൾ കൂടി വെള്ളം പോലും അകത്തേക്ക് ഈർപ്പമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയും വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകളുടെ താമസം. എങ്ങനെയാണ് ഈ ആണിയടിക്കുമ്പോൾ ഇളകി വരുന്നു, മുകൾ ഭാഗം വീണ്ടും താഴേക്ക് വരാനൊരുങ്ങുന്നു? ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലും കണ്ടിജൻ ജീവനക്കാരനാണ്. എൻ്റെ ശമ്പളത്തിൽ നിന്ന് 4,950 രൂപ ശമ്പളം റിക്കവറി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഒരു 5-6 മാസമേ ഉള്ളൂ പിരിയാനുള്ളത്. അതുകൊണ്ട് ഞാൻ വലിയ വിഷയമാക്കാത്തത്. ഈ ഭാഗത്ത് ഞാൻ താമസിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഈ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി ഇവിടെ അതിൻ്റെ മേൽക്കൂരയിൽ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ സ്വന്തം പൈസ ചെലവാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി ഈ അടുത്ത ഭാഗത്ത് ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി എല്ലാ സംവിധാനം ചെയ്തപ്പോൾ ആ ആണി വരെ അവിടെ നിൽക്കാത്തൊരു സംവിധാനങ്ങളാണ്. ഉള്ള പാത്രങ്ങൾ എല്ലാം താഴത്ത് വീണ് കുപ്പി കഷ്ണങ്ങളൊക്കെ പൊട്ടി വീണതാണ്. കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ഒരു അപകട സന്ധിതി വന്ന സമയത്താണ് ഈ കാണുന്ന വെള്ളം ഒഴുകി ഒരു സമയത്ത് ഞങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. ഇതിനൊരു നടപടിയും ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുമില്ല. മേയർ സാർ ഇത് അറിയണം. കാരണം ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളാണ്. ഇവർക്ക് വേണ്ട ഉപകാരങ്ങൾ താങ്കൾ കൈവശം ഉണ്ടായിരിക്കണം എന്ന് മാത്രം എനിക്ക് പറയാം. വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനടി വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം താഴത്ത് വന്ന ശേഷം ഒരുപാട് ആളുകൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഇതുകൊണ്ട് നടന്നു പോകാൻ പല പ്രാവശ്യം തെന്നി വീഴുന്നുണ്ട്. കയ്യും കാലും ഒക്കെ പൊട്ടി ആശുപത്രിയിൽ കൊണ്ട് കാണിച്ച് ഒരുപാട് പൈസ ചെലവാക്കി കഴിക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ കല്ലുത്താൻ കടവ് ഫ്ളാറ്റിൽ ഇത് വീണ്ടും സീലിംഗ് അടർന്നു വീഴുന്ന സംഭവം. അത് അനീഷ് ആദ്യം തന്നെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു, നാളുകൾക്ക് മുമ്പേ. എന്നാലും അത് തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ അനീഷ് വീണ്ടും പങ്കുവയ്ക്കുന്നത് കോഴിക്കോട് തന്നെ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിലേക്ക് പോയാൽ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് പോളിംഗ് ശതമാനത്തിൽ ഇത്തവണ കുറവ് രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 61.01 അതാണ് പോളിംഗ് ശതമാനം. ER രാകേഷ് ആയിരുന്നു വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഈ പോളിംഗ് ശതമാനം എപ്പോഴും ഈ കൂട്ടിക്കേൾക്കലുകൾക്ക് പ്രധാന മാനദണ്ഡമാണല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് മുന്നണികൾക്ക്, പാർട്ടികൾക്കൊക്കെ ഏറ്റവും കൗതുകത്തോടുകൂടി വളരെ ആശങ്കയോടുകൂടിയൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് പോളിംഗിലെ ആ കണക്ക്, ഡിജിറ്റുകൾ. അപ്പോൾ ഈ പോളിംഗ് ശതമാനം ഇങ്ങനെ കുറയുന്നതിനെ എങ്ങനെ നോക്കിക്കാണും? എൽദോ, വാശിയേറിയ പ്രചാരണമായിരുന്നു 6ാം ഘട്ടത്തിൽ. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച് പ്രചാരണത്തിൽ സജീവമായിരുന്ന ഘട്ടം. ഏതായാലും ആ ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിൽ കുറവ് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പുറത്തു വരുന്നത്. 11:30 വരെയുള്ള കണക്കുകളാണ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം 61% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത് ഏതാണ്ട് 3% കുറവാണ്, 4% കുറവാണ്. കാരണം കഴിഞ്ഞ തവണ ഇത് 64.73 ആയിരുന്നു. അതും അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലെ കണക്കുകൾ കൂട്ടാതെയാണ് ഈ 64.73 എന്നുള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ള കുറവ് പോളിംഗ് ശതമാനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 6% കുറവ് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലും വലിയ കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കുറവ് ഹരിയാനയിലാണ് പോളിംഗ് ശതമാനത്തിൽ കുറഞ്ഞിരിക്കുന്നത്. അതായത് 10% കുറവ് ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ. കഴിഞ്ഞ തവണ 69.93 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 59.63 ആയിട്ടുണ്ട്. ഡൽഹിയിലും സമാനമായ രീതിയിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നു എന്നാണ് ഇപ്പോൾ ഏതായാലും കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അനന്ത്നാഗ് മണ്ഡലത്തിൽ 54% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് കമ്മീഷനെ സംബന്ധിച്ചൊരു ആശ്വാസകരമായ കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. കാരണം അനന്ത്നാഗ് പൊതുവെ പോളിംഗ് ശതമാനം കുറവ് രേഖപ്പെടുത്താറാണുള്ളത്. പക്ഷേ അവിടെ ഏതായാലും 54% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ 3 ഘട്ടങ്ങളിലും സമാനമായ രീതിയിൽ വലിയ ഇടിവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള 2 ഘട്ടങ്ങളിൽ ആ ഒരു വ്യത്യാസം കുറഞ്ഞു വന്നിരുന്നു. അത് ഒരു അനുകൂല സാഹചര്യമായി അല്ലെങ്കിൽ പോസിറ്റീവ് സൈനായൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഏതായാലും 6ാം ഘട്ടം വരുമ്പോൾ അതൊരു വലിയ കുറവാണ് ഏതായാലും ഈ ഘട്ടത്തിലെ കണക്കുകൾ കാണിക്കുന്നത്. ശരി, ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ER തുടരുക. മറ്റൊരു വാർത്ത, ഇതൊരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. ഡൽഹിയിൽ വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. 6 നവജാത ശിശുക്കൾ മരിച്ചു. രാകേഷ്, എങ്ങനെ സംഭവിച്ചത്?
എൽദോ, സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഡൽഹി വിവേക് വിഹാറിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. വിവേക് വിഹാറിലെ ബേബി കെയർ സെന്ററിൽ ഇന്നലെ രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 11:30 കൂടിയാണ് തീപിടുത്തമുണ്ടായത്. 11:32 ഫയർ സർവീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു അറിയിപ്പ് ലഭിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 6 കുട്ടികൾ മരിച്ചു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒരു കുട്ടി വെന്റിലേറ്ററുണ്ട്. കൂടാതെ 12 കുട്ടികളെ രക്ഷപ്പെടുത്തി എന്നുകൂടി ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും അതീവ സങ്കടകരമായ വാർത്തയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ അപകട കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. മറ്റ് വിവരങ്ങൾ ഇതുവരെ ഏതായാലും ലഭ്യമായിട്ടില്ല. ഏതായാലും കുട്ടികളുടെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിലെ കെട്ടിടങ്ങളും മറ്റും ആംബുലൻസും മറ്റും കത്തിക്കരിഞ്ഞ നിലയിലുള്ള ദൃശ്യങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വാർത്തയാണത്. കുട്ടികളുടെ ആശുപത്രിയിലുള്ള തീപിടുത്തം, അതിൽ 6 നവജാത ശിശുക്കൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഊഹിക്കാൻ കഴിയുന്നപ്പുറത്ത്. ഇനി മറ്റൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത കൂടിയുണ്ട്. അതായത് ഗുജറാത്തിലാണ് മറ്റൊരു തീപിടുത്തം ഉണ്ടായത്. രാജ്കോട്ടിൽ അവിടെ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 24ആയി. മരിച്ചവരിൽ 9 പേർ കുട്ടികളാണ്. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. രാകേഷ്, അതും ഇതുപോലെ ദുഃഖത്തിലാഴ്ച വാർത്തയാണ്. വലിയൊരു തീപിടുത്തം. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇനിയും അപകടനില അല്ലെങ്കിൽ ഈ ഡെത്ത് കൗണ്ട് കൂടാനുള്ള സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ? ഇന്നലെ വൈകിട്ട് 5:30 രാജ്കോട്ടിലെ ഗെയിമിംഗ് സെന്ററിൽ തീപിടുത്തമുണ്ടായത്. കാരണം ഇന്നലെ ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഒപ്പം തന്നെ രക്ഷിതാക്കളൊക്കെ തന്നെ ഈ ഗെയിമിംഗ് സെന്ററിൽ എത്തിയിരുന്നു. ഏതാണ്ട് 80 പേരെങ്കിലും ഈ ഗെയിമിംഗ് സെന്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. മാത്രവുമല്ല, തീപിടുത്തമുണ്ടാകുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി അതൊരു ഇടുങ്ങിയ ഭാഗമായിരുന്നു. അപ്പോൾ ഈ തീപിടുത്തമുണ്ടായപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഒപ്പം പ്ലൈവുഡ് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളും ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇതും തീ ആളിക്കത്താൻ കാരണമായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും 27 പേരിൽ 9 പേർ കുട്ടികളാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനായി DNA പരിശോധന അടക്കം നടത്തേണ്ടി വരും. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. അവർ ഉടൻ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ സ്ഥാപനത്തിന് NOC ഉണ്ടായിരുന്നില്ല, അനധികൃതമായാണ് പ്രവർത്തിച്ചതടക്കമുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതീവ ദാരുണമായ സംഭവമാണ് ഏതായാലും രാജ്കോട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അത് രാജ്കോട്ടിൽ നിന്നും ഡൽഹിയിൽ നിന്നുള്ള തീപിടുത്തത്തിൻ്റെ വാർത്തകളാണ് ഈ മോർണിംഗ് വൈബ്സിൽ ഒരു വിഷമിപ്പിക്കുന്ന സംഭവം. എന്താണെങ്കിലും കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പ് ലിമിറ്റഡിൻ്റെ ചെയർമാനും MD-യുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലയുടെ ഗുഡ്വിൽ അംബാസഡറായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൗൺസിലിൻ്റേതാണ് ഈ തീരുമാനം. ഇന്ത്യയും മിഡിൽ ഈസ്റ്റും മറ്റ് 33 LAC രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ടൂറിസം ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ICL ഫിൻകോർപ്പിൻ്റെ നിരന്തര ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് അഡ്വക്കേറ്റ് KG അനിൽകുമാറിൻ്റെ ഈ നിയമനം. രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുന്നതിൽ ICL ഫിൻകോർപ്പ് CMD KG അനിൽകുമാർ കൈക്കൊണ്ട ശക്തമായ തീരുമാനങ്ങളെ ഇന്ത്യ, ക്യൂബ തുടങ്ങിയ നിരവധി LAC ഗവൺമെന്റുകളും അംഗീകരിച്ചു. ക്യൂബയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. മോർണിംഗ് വൈബ്സിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അവധി ദിവസമാണ്, ഒഴിവ് ദിവസമാണ്, പരമാവധി ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നാളെ വീണ്ടും കാണാം. തുടങ്ങുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷം ഇക്കാര്യം ആവശ്യപ്പെടും. അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം മുമ്പോട്ട് വെക്കും. അതോടൊപ്പം തന്നെ 2 മന്ത്രിമാർ, അതായത്